ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കർത്താരോട് ഞങ്ങൾ ചോദിച്ചതുപോലെ ശ്രദ്ധിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തേ, തിന്മകളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് ശക്തിയും മഹത്വവും എന്നേക്കും ഞങ്ങളോടാവുന്നു. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോട് വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളിച്ചെയ്ത ധനാഢ്യമായിരുന്നു. ഈശോയെ ഒന്ന് കാണുവാൻ അയാൾ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് അവിടത്തെ കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്കേവൂസ് മുമ്പേ ഓടി വഴിയിലുള്ള ഒരു അത്തിമരത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്തെന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി, സക്കേവൂസെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണെന്ന് അവിടുന്ന് അരുളി ചെയ്തു. സക്കേവൂസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷത്തോടെ അവിടുത്തെ സ്വീകരിച്ചു. കണ്ടു നിന്നവർ ഇയാളൊരു പാപിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നവരോ എന്ന് ഉച്ചഭാവത്തിൽ സംസാരിച്ചു. സക്കേവൂസ് അതൊന്നും ഗവനിക്കാതെ അവിടുത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഞാൻ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ അരുളി ചെയ്തു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി കർത്താവേ, ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായി ക്രിസ്ത്യയിൽ നയിച്ചുകൊണ്ട് നിരന്തരം പ്രീതിപ്പെടുത്തുവാൻ അങ്ങയുടെ പുതിയ കൽപ്പനയനുസരിച്ച് ഉപകളോട് ജീവിക്കാനും പരസ്പരം ക്ഷമിക്കുവാനും ദരിദ്രരെ സഹായിക്കാനും എല്ലാ മനുഷ്യരോടും കൃപ കാണിക്കുവാനും ജീവിതകർത്തകളെ കൃത്യമായി നിർവഹിക്കാനും അങ്ങയുടെ സ്നേഹത്തിന് അർഹരായി തീരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ മറ്റു ക്ലേശങ്ങളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് അങ്ങേക്ക് തുടരുവാൻ കുടുംബത്തിന്റെ മാതൃകയനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങേ പ്രാപിക്കുവാൻ നമുക്ക് സമാധാനം. ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടങ്ങളിൽ രക്ഷിച്ച കാരുണ്യവാനായ കർത്താവെ, പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന കുടുംബത്തെ അങ്ങ് ആശീർവദിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി കുടുംബത്തെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. മക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധമായി വളരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ മുദ്ര ചെയ്യപ്പെടുന്ന ഈ ഭവനം എന്നേക്കും അനുഗ്രഹീതമാകട്ടെ. ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം. ചൊല്ലിത്തരുന്ന ജപം എല്ലാവരും ഏറ്റുചൊല്ലുക. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കണം. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ സ്വീകരിക്കുകയും
സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാൻ ഇടയായ ക്ഷമിക്കണമേ. ഈ കുടുംബത്തിൽ ഉള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും പൂർണ്ണമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ ബന്ധത്തിൽ എത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഇവിടെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും എന്റെ സജീവ സ്മരണം ഞങ്ങളിൽ നിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മാതാവിന്റെ മാധ്യസ്ഥ സഹായവും നിങ്ങളോടും ഈ കുടുംബത്തോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ
വരദാനമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശിക്ഷയായിരിക്കും. സ്തുതിയായിരിക്കും ഇപ്പോഴും സ്തുതിയായിരിക്കും. ശരി. നോക്കിയോളൂ കേട്ടോ. കുറച്ച് വീഴണം. ഇത് മൂടി വെക്കില്ല. ഫ്രിഡ്ജ് വെച്ചെടുക്കാം. बस हो रहा है, हो रहा है. Congratulations. Yes, नहीं आपका